Good morning. Good morning, sir. മുമ്പ് ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. തെർമോഡൈനാമിക്സ്. മനത്താറാണോ എടുക്കുന്നത്? എന്താണ് സാർ? തെർമോഡൈനാമിക്സ് എടുക്കുന്ന ആരാ? മനു സാർ. കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റിലെ പ്രോബ്ലം അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിയോ? ചെയ്യാൻ പറ്റിയോ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ അതിൻ്റെ അകത്ത്? ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കണ്ടു പലരും. അതായത് ചിലരെ ടെക്സ്റ്റ് ചെയ്ത് കോപ്പി ചെയ്തൊക്കെയാന്ന് തോന്നുന്നു. കാരണം അത് കണ്ടാലറിയാം. ചെയ്ത് നോക്കിയോ? ആരെങ്കിലും ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കിയിട്ട് തന്നെയാണോ സബ്മിറ്റ് ചെയ്തേക്കുന്നത്? ഹലോ, ആ സാർ, നോക്കി സാർ. അതിലെ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടത്. പലരും ആ ഡയഗ്രാം വരച്ചതിൽ ശ്രദ്ധിക്കാതെ വരച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തത് എനിക്കത് അത്ര കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാനത് എടുത്ത് പറയുകയും ചെയ്തതാണ് ഇന്നലെ. ഞാൻ ആ ഡയഗ്രം ഒന്നുകൂടി എടുത്തിടാം. ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലോട്ട് പോകും. ഇവിടെ നോക്കി, ഇവിടെ ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 120 ഡിഗ്രി തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏതൊക്കെ വെക്ടേഴ്സ് തമ്മിലാണ് നോക്കും. ഇവിടെ നമുക്ക് V1 വെക്ടർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടറാണ് അല്ലെ. ഇൻലെറ്റിലെ വെലോസിറ്റി അബ്സല്യൂട്ട് വെലോസിറ്റി ആണ് V1. റിലേറ്റീവ് വെലോസിറ്റി ആണ് VR1. അതാണ് ഈ അകത്തുള്ള ഈ ഫൈ ഇൻക്ലിനേഷൻ വരുന്ന മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. എല്ലാം തീറ്റ എന്ന് വെക്കാൻ വേണമല്ലോ. അപ്പൊ ഇതാണ് ഇൻലെറ്റിലെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് റിലേറ്റീവ് ഡയറക്ഷൻ. നമുക്ക് സ്റ്റേഷനറി ആണെങ്കിൽ നമുക്ക് V1 എടുക്കാം. ബട്ട് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ വാട്ടർ ജെറ്റ് സ്ട്രൈക്സ് ദി ഇൻലെറ്റ് ടിപ്പ് എന്ന് പറയുന്നത് VR1 ആണ്. അതിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ആ വെക്ടറാണിത്. ഈ ഡോട്ടഡ് ലൈൻ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഈ VR1ന്റെ എക്സ്റ്റൻഷൻ ആണ്. ഈ VR1 എന്നുള്ള വെക്ടറിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ ഡോട്ടഡ് ലൈൻ. അതുപോലെ തന്നെ എക്സിറ്റിലെ ലീവ് ചെയ്യുന്ന വെലോസിറ്റി V2 എന്ന് പറയുന്ന അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടർ ആണ്. VR2 ആണ് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി. എഗെയിൻ എക്സിറ്റിലും നമ്മൾ എടുക്കേണ്ട VR2 ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ VR2 വെക്ടർ ആണ് ഈ ഫൈ ഇൻക്ലിനേഷൻ. അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ ഡോട്ടഡ് ലൈൻ താഴോട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഇൻക്ലിനേഷൻ ആയിട്ടാ വേണം 120 മാർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ പലരും വരച്ച ഡയഗ്രത്തില് ഒരു പക്ഷെ ഇത് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ചിലർ ഈ V1 എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവരെടുത്തു കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് ആംഗിൾ ഒക്കെ എടുക്കുന്നത് തെറ്റും നിങ്ങൾക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ചിലര് നിങ്ങൾ എഴുതി വരച്ചു വെച്ചിരിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാം. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ ഈ വെയിൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇറ്റ് എൻ്റർ ചെയ്യുന്നു ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നോക്കുക. VR1 VR2 വെക്ടേഴ്സ് തമ്മിലുള്ള ഇൻക്ലിനേഷൻ ആയിട്ട് വേണം 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആംഗിൾ എടുക്കുമ്പോഴൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങളെ നോട്ടിൽ. പലരും ചെയ്ത് വെച്ചിരിക്കുന്ന വ്യത്യാസം. ഓക്കെ, that will move on to the tutorial problems related to the series of waves. ആദ്യത്തെ പ്രോബ്ലം നമ്മൾ സീരീസ് ഓഫ് വേവ്സിൽ 2 കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് സീരീസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ്സ് ഫിക്സ്ഡ് ഓൺ എ വീൽ, റൊട്ടേറ്റിംഗ് വീൽ. സെക്കൻഡ് കേസിൽ എന്താണ് കേർഡ് വേവ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് 2 കേസും വരുന്ന പ്രോബ്ലംസിന്റെ സമയം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് 2 കംപ്ലീറ്റ് ചെയ്തിട്ടാൽ വിൽ ബി ഫിനിഷിംഗ് ദി ടോപ്പിക് ഓൺ ഇമ്പാക്ട് ഓഫ് ജെറ്റ്. അപ്പൊ അടുത്ത നാളെ എന്തായാലും അവധിയാണ്. അപ്പൊ ഇനി നമുക്ക് ക്ലാസ് ഉള്ളത് മൺഡേ.
അപ്പോൾ മൺഡേ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് അതിൽ ടർബൈൻസിന്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെതാണ്. നമുക്ക് ആ ഇതിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, സോ യു കോപ്പി the question as well as the figures what you can see below the text. രണ്ട് കേസസ് ആണ്. ഒന്ന് ആദ്യത്തെ കേസ് നമ്മൾ നേരത്തെ ചെയ്തതാണ്, സെക്കൻഡ് കേസ് ആണ് റിലീസ് ഓഫ് വേരിയൻസ് വരുന്നത്. അപ്പോൾ രണ്ടും അതിൻ്റെ അത് ഇൻക്ലൂഡഡ് ആണ് പ്രോബ്ലത്തിൽ. അതൊക്കെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫിഗറിൽ ആദ്യത്തെ ഫിഗർ കേസ് 1 ആണ്. കേസ് 1. The second figure is for case 2. എഴുതി തീർന്ന ഡയഗ്രാം വരച്ച് കഴിഞ്ഞെങ്കിൽ type the message okay so that you can solve the cases. You can mark here where this is rotating at it. വരച്ച് കഴിഞ്ഞോ? തീർന്നോ? തീർന്നെങ്കിൽ ഇത് ചെയ്യാം. So we have a jet of diameter 5 centimeter, velocity 20 meter per second, strikes on a flat plate that moves with 7.5 meter per second. So jet velocity തന്നിട്ടുണ്ട്, ജെറ്റിന്റെ ഡയമീറ്റർ അറിയാം,
പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അറിയാം. ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ യു ഹാവ് എ സീരീസ് ഓഫ് വേവ്സ്, ഫ്ലാറ്റ് പ്ലേറ്റ്സ് തന്നെ ഫിക്സ്ഡ് ഓൺ എ വീൽ that is rotating with the tangential rotating with certain velocity. So you are asked to calculate the force and work done and efficiency in both the cases. So let us consider the first case. The first case direct direct substitution. So let us write the first case. The case first case single case one single plate single flat plate case flat plate case നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്ര? 25 ആയിരുന്നു. വെലോസിറ്റി എത്രയായിരുന്നു? 20 meter per second. Plate velocity 7.5 meter per second. Plate in jet in the diameter 5 centimeter. അതിൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. So force exerted in the jet direction. Fx എന്താണ്? Fx എന്ന് പറയുന്നത് rho a v square ആണോ? v minus v square അല്ലേ? ആണോ? കറക്റ്റ് അല്ലേ? പറയത്തെന്താ? So you substitute എല്ലാ ഡാറ്റ അറിയാം. ഡെൻസിറ്റി, വാട്ടർ ഡെൻസിറ്റി you assume for water. So water jet ആണ് for water. Let us take 1000 kilogram per meter. You can substitute directly area എല്ലാം ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1000 into 5/4 d square. ഡയമീറ്റർ 5 ആണ്. 5 into 10⁻². മീറ്ററിലാക്കുക. യൂണിറ്റ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. So that into v minus u. v എന്ന് പറയുന്നത് 20 minus 7.5. So you calculate and tell me the value that you get. വാല്യൂ കിട്ടുമെന്ന് പറയാം. So 306.79 ആണോ? 306 അല്ലേ? ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളെ നോക്കി പറയാം. 306 അല്ലേ? 6.9 79. ഓക്കെ, അത്രയും. The force exerted on the flat plate കിട്ടി. Now work done per second എന്ന് പറയുന്നത് എന്താണ്? Work done per second that into u. But the force work done per second will be Fx into u. So that will be 306.79 into 7.5.
വരും? 306.79 into 7.5. 2300.925. 300. 2300. 0.92. So that means Newton meter per second or watt. So this is the work done. Now the efficiency is work done per second by the kinetic energy. So theta will be work done per second by kinetic energy. So that you substitute there 2300.9 by kinetic energy എന്ന് പറയുന്നത് half rho a b cube. Half rho a b എന്ന് പറയുന്നത് അതിന്റെ അല്ലല്ലോ. അതെ, ഓക്കെ. കൈനറ്റിക് എനർജി കറക്റ്റ് ആണ്. നോസിലിന്റെ ടോട്ടൽ എനർജി ആണ്. നോസിൽ നിന്ന് വരുന്ന ജെറ്റ്. So you have to take the entire quantity. So half mv square ആണ്. അപ്പോൾ mv square എന്ന് പറയുന്നത് half m is rho ab into v square. Rho ab cube. You substitute. So that will be what is equal to 2300.9 by 1/2,000 into 5/4 into 500 minus q square into 22. It will be equal to 0.29. 0.29 അല്ല 0.29 that is 29%. So the efficiency percentage ആയിട്ട് പറയണമെങ്കിൽ it is 29. നമ്മൾ വെരിഫൈ ചെയ്തോളൂ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ. So that is the force work done and efficiency when the jet impacts on a single plate. Now second case എടുക്കുക. Second case എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ series of waves വരുന്ന കേസിൽ. So this is the second case is series of flat. So that impact making impact on series of flat plates which are fixed to a rotating wheel. So അതിന്റെ ഇക്വേഷൻ ചെറിയ വ്യത്യാസമുള്ളൂ. നമുക്ക് ഏതാണ് എഫ്എക്സിന്റെ ഇക്വേഷൻ ഏതാണ്? എന്തായിരുന്നു ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞത്? What is the difference between the equation for flat V plate? minus U വരും V. അതായത് flat plate when we consider the series of waves, the entire quantity will be striking the wheel. കാരണം ഒരു എല്ലായ്പ്പോഴും ജെറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വരും കറങ്ങുമ്പോൾ വീല് കറങ്ങുമ്പോൾ. So the entire quantity which will be issuing from the nozzle will be striking the wheel. So the difference is Fx എഴുതുമ്പോഴുള്ള വ്യത്യാസമാണ്. So the force exerted Fx will be rho a v into v minus u. Rho a v minus u square എന്ന് പകരം rho a v എന്ന് പറയുന്ന മാസ് that into v minus u minus 0. So you substitute and get the force exerted in this Fx 1000 into minus 2 square into velocity 20 into 3 minus 7.5.
So what you are getting is So 490. okay, 490 Newton. 0.8. Okay, 0.8. 0.8 Newton. So 490.8 Newton is the force exerted in this case. Then we find out the work done and the efficiency as we have done in the previous case. So the work done, work done per second is efforts into U. So 490.8 into 7.5. Similarly, the efficiency will be eta calculated on the regular. Eta will be this effects into U by half rho A dt. Already calculated. The value of now move on to the next topic. Next problem. Work done per second here. 498.8 into 7.5. Sir, 3681.54. 81.54. 54. So this substitute here. Differential equation work done per second as substitute here. You get the ratio. Point answer by half of it. 1/2 and 4 into 5 into 100 minus 3 square into 22. Okay. Sir, 0.468. 0.46 no? It is 0.46. At least 46%. Percentage of angle at least 46%. So with that we finish that problem. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞവർ ചെയ്ത് കഴിഞ്ഞവർ അടുത്തതാണ് എഴുതി കൊടുക്കാം.
ഈ പ്രോബ്ലത്തിൽ യു ഹാവ് എ സീരീസ് ഓഫ് വെയിൻസ്. അതുപോലെ ഒരു വെയിനിന്റെ കേസിലുള്ള വെലോസിറ്റി ട്രയാങ്കിൾ എടുത്തിട്ട് ചെയ്യാനേ ഉള്ളൂ നമുക്ക്. എവിടെയാണ് വ്യത്യാസം വരുന്നത് ഓൾറെഡി വി ഹാവ് സീൻ. നമുക്ക് ആ മാസ് ക്വാണ്ടിറ്റി എടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഇക്വേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമില്ല. രണ്ട് സീരീസ് ഓഫ് വെയിൻസ് ആയാലും whether it is a single vein. മറ്റ് കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ഇന്നലെ ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ ആ സിംഗിൾ കർവ്ഡ് വെയിന്റെ കേസിൽ സോൾവ് ചെയ്ത സെയിം വേ യു ക്യാൻ only thing you calculate the work done, the mass quantity that you put there is the force calculate ചെയ്യുമ്പോൾ the entire quantity has to be put there. rho ab എന്നുള്ളതല്ലേ rho a അതിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എടുക്കാനായിട്ട് വെലോസിറ്റി എടുക്കുന്നത്. പ്രോബ്ലം എഴുതിയെടുക്കുക, ഫിഗർ കൂടി അതിന്റെ താഴെ വരയ്ക്കുക. എഴുതി തീർന്നല്ല പറയുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ജെറ്റ് ഡയമീറ്റർ. ഇൻ ദ പ്രീവിയസ് കേസ് ഫിഗർ വരച്ചു കഴിഞ്ഞവർ അതിന്റെ താഴെ യു ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ ഡാറ്റ ഗിവൺ. So you have given the jet in the diameter 5 centimeter, then jet velocity v1 35 meter per second. Then the vein is moving. Now, what a radial vein on the other. So you need not take u1 and u2. u1 and u2 is the same area. Radial veins so so we can say u1 u2 is equal to u. So u1 u2 u1 equal to u2 equal to 20 meter per second. The data the jet makes an angle. Jet in the direction jet in direction the v1 in inclination alpha. So alpha given as 30 degree to the direction of motion of the vein. Motion jet in the motion horizontally moves u1 u2 direction jet in the vein motion. So the vein
is moving in this direction. അപ്പോൾ അതായിരിക്കും രണ്ട് ടിപ്പിലെ സ്പീഡുകൾ u1 u2 എന്ന് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. So with respect to horizontal, you have to consider that inclination given. So alpha is 30. So alpha 30 degree. Now the second angle or the direction of deflection എന്നല്ല പറഞ്ഞേക്കുന്നത് ഇവിടെ. It just leaves at an angle of 120. Again, that 120 has to be taken with respect to the direction of motion of the vane. അതുകൊണ്ട് നമുക്ക് v2 ആണ് ജെറ്റിന്റെ എക്സിറ്റിലെ velocity, absolute velocity എന്ന് പറയുന്നത്. So that is inclined at 120. അത് 120 ആണെങ്കിൽ you can find out beta from there. എന്തായിരിക്കും beta? If this angle is marked as 120, if this angle is marked as 120, ഇത് 120 ആണെങ്കിൽ ഈ ബീറ്റ എന്തായിരിക്കും? 60. 180 minus 120. So beta, so you put the second angle beta as, so beta equal to 180 minus 120, 60. ഇത്ര ഡാറ്റയാണ്, വേറെ ഡാറ്റ ഒന്നുമില്ല, but it's enough to solve. So that is equal to 60 degree. Then you may assume for water as fluid, water that ആണെങ്കിൽ density for water can take 1000 kilogram per meter cube as the density value. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. അപ്പോൾ നിങ്ങൾ എക്സാമിനായാലും അല്ല വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ ചെയ്ത് വെക്കുക, എപ്പോഴും ഓർക്കുക. നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ ഡാറ്റ ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും ആ ക്വസ്റ്റ്യന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു വിൽ ബി അവാർഡ് 1 or 2 marks. അതെപ്പോഴും എല്ലാ എക്സാമിന്റെ ഇവാലുവേഷനിലും ഉള്ള ഇവാലുവേഷൻ പാറ്റേണിൽ വരുന്ന ഒരു ഇതാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ വരച്ച് നന്നായിട്ട് വരച്ച് അതിന്റെ ഡാറ്റ ഇന്നതൊക്കെയാണ് തന്നിരിക്കുന്നത് എടുത്ത് എഴുതാനുള്ള സമയം കണ്ടെത്തുക. അറിയില്ലെങ്കിൽ പോലും, സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും. Okay, now let us solve the inlet velocity triangle. So inlet velocity triangle നമുക്ക് അറിയാവുന്നത് v1 അറിയാം, ആൽഫ അറിയാം, u1 അറിയാം. അത്രയും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് can get theta and vr1. അതെങ്ങനെ കാണുന്നത്? അത് കാണും. ഇവിടെ tan theta എടുത്താൽ മതി. tan theta എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ v1 നമുക്ക് അറിയാമെങ്കിൽ we can find out, first of all we can find out vw1. എന്താണ് vw1 എന്ന് പറയുന്നത്? v1 cos alpha. അത് നമുക്ക് അറിയാം, 35 cos 30. അത് കണ്ടുപിടിക്കുക. Similarly, you know how to calculate vf1. vf1 എന്ന് പറയുന്നത് v1 sin alpha. So 35 sin 30. ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യും. vw1 ഉം v1 ഉം vf1 ഉം കമ്പ്യൂട്ട് ചെയ്തിട്ട് പറയും. vw1 ഇതൊരു 35 cos 30 എന്ന് പറയുന്നത് എത്ര വരും? 30.31. 30.3 meter per second. vf1 30 now half ആണ്. 17.5. 17.5 meter per second. Now from the triangle, a smaller triangle എടുത്താൽ inlet velocity triangle അകത്ത് രണ്ട് സ്മോൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് tan theta എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് vr1 സോൾവ് ചെയ്യാം. അവിടെ അതുകൂടി കിട്ടിയാൽ മതി. അവിടെ tan theta is എന്താണ് vf1 by vw1 minus u1. So you substitute 17.5 divided by 30.3 minus 20.
From that you calculate theta. Yeah. So 59.49. 59.49 theta you see. So you can now find what is VR1. അപ്പോൾ നമുക്ക് എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ സോൾവ് ചെയ്യണമെങ്കിൽ VR2 അറിയണം. അപ്പോൾ VR1 ഉം VR2 VR1 അറിഞ്ഞാലേ VR2 നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ലോസസിന്റെ കേസ് പറഞ്ഞിട്ടില്ല, ഷോക്ക്ലെസ് എന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വി ക്യാൻ അസ്യൂം സ്മൂത്ത് ഫ്ലോ. എന്നിട്ട് VR1 ഈക്വൽ ടു VR2 എന്നുള്ള അസംഷനിൽ നമുക്ക് സോൾവ് ചെയ്യാം. സോ യു ഫൈൻഡ് ഔട്ട് സൈൻ എടുക്കാം അല്ലേ. സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ വിൽ ബി VF1 by VR1. So sin that is VR1 is only. So VR1 will be VF1 so that we give VR1 as equal to VF1 by sin theta. Right? So substitute the VR1 in the value by VR1 Sir, 20.31. അതാണ് VR1 is 17.5 by sin 59.49. That is 20. 20.31. So VR1 അപ്പോൾ ആ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് ഇനി അൺനോൺ ഒന്നുമില്ല. Now let us go to the exit triangle. അപ്പോൾ അവിടെ നമുക്ക് അറിയാവുന്ന ബീറ്റ അറിയാം, U2 അറിയാം, VR2 അറിയാം. അപ്പോൾ അത് VR2 അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ സ്റ്റേറ്റ് ചെയ്യണം. Assuming, so you write assuming no loss. That is smooth flow. Shockless ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ we can consider that VR1 and VR2 are equal. ഇത് ഈക്വൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തേക്കുന്ന ആ ഡോക്യുമെന്റിൽ ഞാൻ അതിന്റെ എക്സസൈസ് പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുന്നവർ അത് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് സെക്കൻഡ് പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് ഷോക്ക് അതിന്റെ ലോസസ് പറഞ്ഞിട്ടുള്ളത് 10% ലോസസ്. അപ്പൊ അത് ചെയ്യേണ്ടത് VR1 അപ്പോൾ 10% ലോസ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ചെയ്യേണ്ടത് VR2 will be 0.9 times VR1. അതായത് 10% ലോസസ് ഉണ്ട്, ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സിറ്റിൽ വരുമ്പോൾ അതിന്റെ വാല്യൂ കുറയും. 10% സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 0.9 times VR2 അല്ല VR2 will be 0.9 times VR എന്ന രീതിയിൽ സോൾവ് ചെയ്യാൻ പോകും. ഇവിടെ പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ട VR2 equal to VR1. Now you solve the exit velocity triangle. So VR2 will be 20.3.
ഇവിടെ ഏത് ഇതെടുക്കണം? സൈൻ ബീറ്റ വെച്ചിട്ടുള്ളത് പറയും. ഒരു അല്ലെങ്കിൽ ആ ഇത് എടുത്താൽ മതി. അല്ലെങ്കിൽ ആ ബീറ്റ അറിയാം, VR2 അറിയാം, അത് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? സൈൻ റൂളോ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. പറഞ്ഞോ. ഞാൻ ഡയഗ്രാം നോക്കുന്നില്ല, അതുകൊണ്ടാ നമ്മളോട് പറയാൻ പറയുന്നത്. ആ ഡയഗ്രാം നോക്കിയിട്ട് പറയൂ, റിലേഷൻ പറയൂ. സൈൻ ബീറ്റ എടുക്കാൻ പറ്റുമോ? സൈൻ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? VF2 by V2 ആവും. സൈൻ ബീറ്റ വിൽ ബി VF2 by V2. VF2 by V2. അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. W2 അറിയത്തില്ല. അപ്പോൾ സൈൻ റൂളേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ സൈൻ റൂൾ വെച്ച് പറഞ്ഞാൽ മതി. ആ ട്രയാങ്കിൾ എടുത്തിട്ട് എൻ്റെ ഇങ്ങോട്ട് പോകാം. നമുക്ക് സൈൻ റൂള് ഇവിടെ നോക്കാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആംഗിൾ 5 ആണ്. ഇതിന്റെ അകത്തെ ആംഗിൾ നമുക്ക് ഇത് ബീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ അതുപോലെ ഇവിടെ 120 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ബീറ്റ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എത്രയെന്നുള്ളത് നോക്കുക. ഇത് 90 ഡിഗ്രി ആണ്. അറിയാവോ? ഓക്കെ, വരച്ച് നോക്കാം നമുക്ക്. ഇത് 5. This is 5. What will be this angle? The VR2. ഇത് U2. അകത്തെ വെലോസിറ്റി വെക്ടർ V2. ഇത് 90 ഡിഗ്രി ആണ്. ഇത് മൊത്തം ബീറ്റയാണ്. ഇത് ബീറ്റ ആണെങ്കിൽ അല്ല, ഇവിടെ ഇത് ബീറ്റ വരുമല്ല, ഇത് ബീറ്റ. ആംഗിൾ 120. ഇത് 60. So this will be എത്രയായിരിക്കും? 120. 120. ഇത് 60 minus 5. 60 minus 5. അപ്പോൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. ആ ട്രയാങ്കിൾ ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VR2 by applying sine rule ഇത് കഴിഞ്ഞാൽ VR2 divided by VR2 opposite ഉള്ള ആംഗിൾ sin 120 ആണ്. So sin 120 will be equal to U2 divided by U2 opposite വരുന്നത് 60 minus 5. So sin of 60 minus 5 will be equal to on the other side V2 divided by sin 5. അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും VR2 നമുക്കറിയാം, U2 നമുക്കറിയാം. ഫസ്റ്റ് ടു ഇക്വേഷൻസ് മാത്രം എടുത്തിട്ട് ടേംസ് മാത്രം എടുത്തിട്ട് 5 സോൾവ് ചെയ്യാം. then you solve V2. So VR2 എന്ന് പറയുന്നത് 20.3 by sin 120 will be equal to U2 20 by sin 60 minus 5. So you solve 5 now.
Yeah. വാല്യൂ കിട്ടിയോ? കിട്ടിയോ? Sir, 1.49 degree. ചെറിയ വാല്യൂ കിട്ടുള്ളൂ. 1.49 അല്ലേ? So 5 value is 1.49. ഇനി അവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള മൂന്ന് വെലോസിറ്റി ടേംസ് എടുത്ത് കാണാമല്ലോ. V2 കാണാനായിട്ട് V2 കാണും. ഇതിലെ റിലേഷൻ യൂസ് ചെയ്താൽ 20.3 by sin 120 and 120 equal to V2 by sin 5. So sin 1.49. So that will give you V2. വീട്ടിൽ കിട്ടിയോ? വീട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യും. വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആൾസോ ഫൈൻഡ് VW2 എന്ന് പറയുന്നത് V2 cos ബീറ്റ. അത് കാൽക്കുലേറ്റ് ചെയ്യും. VF2 is V2 sin ബീറ്റ. Calculate For V2 0.609. 0.609 meter per second. VW2 കാൽക്കുലേറ്റ് ചെയ്താൽ അത് മതി നമുക്ക് മുന്നിലുള്ള കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം. VW2 609 into cos 0.3. അതിന്റെ പകുതി വരും. അപ്പോൾ 0.304 meter per second. VF2 യുടെ ആവശ്യമില്ല. നിങ്ങൾ കാൽക്കുലേഷൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളൂ. എന്നുള്ളത് ഇവിടെ ചെയ്തു. നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. അടുത്ത ചെയ്യാനായിട്ട് ആവശ്യമില്ല. നിങ്ങൾ ചെയ്ത് വെച്ചോളൂ. ഫോഴ്സ് എക്സേർട്ടഡ് എങ്ങനെയാണ്? ഫോഴ്സ് എക്സേർട്ടഡ് ഇക്വേഷൻ എഴുതിയിട്ടുള്ളൂ. The force exerted is
സീരീസ് ഓഫ് വെയിൻസ് ആണ് അവിടെ. സീരീസ് ഓഫ് വെയിൻസ് എഫക്ട്സ് എന്ന് പറയുന്നത് എഫക്ട്സ് ഈസ് അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റോ എ V1 is into VW1 പ്ലസ് ഓർ മൈനസ് ആണ്. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ടേ? അക്യൂട്ട് ആംഗിൾ ആണ്, 60 ഡിഗ്രി പറഞ്ഞിട്ടുള്ളൂ ബീറ്റ. പ്ലസ് VW2 സൈഡിൽ വേണം എഴുതാം ബീറ്റ less than 90 So you substitute and find out fx value. So fx is equal to 1000 into area pi by 4 into 5 into 10 raised to minus 2 square area. Then the V1 is 35 is into VW1 എത്ര ആയിരുന്നു? Into 35 into 30.31. 30.31 plus 0.304 is into value എന്ന് പറയുന്നത്. അത് കിട്ടിയാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാം. എഫക്ട്സ് ഇൻറ്റു യു. You find the efficiency. The efficiency will be this work done per second by kinetic energy. So effects into U by half rho A V1 Q. ഫോഴ്സ് കിട്ടിയോ? അത് കംപ്ലീറ്റ് ചെയ്തോളൂ വന്നാല്. വലിയ കിട്ടി പറഞ്ഞാലും നമുക്ക് 2062.09. ഏതാ ഫോഴ്സ് ആണോ? 2062.09. നിങ്ങൾ വെരിഫൈ ചെയ്തോളൂ കേട്ടോ. 2062.09 into 20. ഇവിടെ വരുമ്പോൾ 2062.09 into 20 by half rho is the half into 1000 into 5 by 4 into 5 into 2 square into 20.
ഓക്കെ, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇനി കൂടെ ഉള്ളൂ പറയാനായിട്ട്. വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കാൽക്കുലേറ്റ് ആൻഡ് ഓക്കെ. അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് ഒന്ന് നിർത്തുക. 12:30 ആയി. എന്തായാലും രണ്ട് പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അത് വി വിൽ ഡിസ്കസ് ലേറ്റർ. മൺഡേ ഇനി എന്തായാലും സ്റ്റാർട്ട് ദ ടോപ്പിക് ഓൺ ടർബൈൻ. അതിന്റെ തിയറി ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്യൂട്ടോറിയൽ എപ്പോഴാണോ വരുന്നത് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ നല്ല റേഡിയൽ വെയിൻസ് വെച്ചിട്ടുള്ളത് ഒന്ന്. അല്ലെങ്കിലും നമ്മൾ ടർബൈൻസ് പറയുമ്പോൾ when we discuss the Francis turbine and Kaplan turbine, അതിൽ അതുപോലെ ഇതുപോലെയുള്ള വെലോസിറ്റി ട്രയാങ്കിൾസ് വരുന്നുണ്ട് ഡിസ്കഷൻ. അവിടെ ആയാലും നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അത് that part we will those problems ഇതിന്റെ താഴെ 2 പ്രോബ്ലം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്ത് നോക്കാം. അത് എന്തായാലും ഇന്നത്തെ ക്ലാസ് വർക്കിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണ്ട. അതിൽ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ട് പോവാം. റേഡിയൽ വെയിൻ ആണ്. വ്യത്യാസം ഇപ്പൊ നിങ്ങൾ ചെയ്ത പ്രോബ്ലം വ്യത്യാസം എന്ന് പറയുന്നത് U1 U2 ഡിഫറെന്റ് ആയിരിക്കും. ആ U1 U2 കാണാനായിട്ട് നമുക്ക് RPM തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് 5dn/60. അപ്പൊ ആ ഡയമീറ്റർ ഇൻലെറ്റ് എക്സിറ്റിലെ ഡയമീറ്റേഴ്സ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളത് 5dn/60 വെച്ചിട്ട് U1 U2. ബാക്കിയെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മളിപ്പോൾ ചെയ്ത് തന്നെയാവും റേഡിയൽ വെയിൻസ്. അപ്പൊ അത് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതെന്തായാലും ഒരു ക്ലാസ് വർക്കായിട്ട് ഞാൻ നിങ്ങൾ ഇന്നിപ്പോൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഈ 2 പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത 2 പ്രോബ്ലത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ. പിന്നെ ഉള്ളത് ഒന്നെന്ന് പറയുന്നത് നേരത്തെ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ ഞാൻ പറയേണ്ടതായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആണ്. അന്നേരം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതെന്ന് പറയുന്നത് ഞാനൊരു ഹിഞ്ചഡ് പ്ലേറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നീട് എപ്പോഴും സമയം കിട്ടുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So with that I am stopping. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കുക. അതർവൈസ് ക്ലോസ് ദി വിൻഡോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.